നമുക്കെല്ലാവർക്കും ഉറങ്ങുവാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങാൻ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിലൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഉറക്കമാണ്. പക്ഷേ നമുക്ക് നിന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ നടന്നുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കാറുണ്ടോ? എന്നാൽ നമ്മൾ ഒരു പൂർണ്ണമായി നമുക്ക് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ടോ ഒന്നും ഉറങ്ങാൻ സാധിക്കുകയില്ല. കാര്യം നമ്മുടെ ബോഡിയിലെ മസിൽസ് എല്ലാം റിലാക്സ് ആയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുകയുള്ളൂ. ചില മൃഗങ്ങളും പക്ഷികളുമൊക്കെ നിന്നൊക്കെ ഉറങ്ങാറുണ്ട് ഒരു പരിധി വരെ. ഇപ്പം ആന ചിലപ്പോഴൊക്കെ നിന്നുറങ്ങാറുണ്ട്. അതുപോലെ നമ്മുടെ കുതിര, സീബ്രാസ്, ഫ്ലെമിംഗോ എന്ന പക്ഷി, ഇവരൊക്കെ നിന്നുകൊണ്ട് ഉറങ്ങാറുണ്ട്. എന്നാൽ പറന്നുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്ന ഒരു പക്ഷിയെ നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഒരു പക്ഷി ഉണ്ടോ എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പക്ഷിയുണ്ട്. ചിറക് പോലും അടിക്കാതെ ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് പറക്കാൻ കഴിയുന്ന ആൽബട്രോസ് എന്ന ഒരു പക്ഷിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പക്ഷിയുണ്ട്. ഇന്ത്യയിൽ കാണാൻ സാധിക്കുകയില്ലെങ്കിലും തണുപ്പുള്ള പല പ്രദേശങ്ങളിലും കാണാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ് ഈ ആൽബട്രോസ് എന്ന പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ വിങ് സ്പാനുള്ള പക്ഷിയാണ് ഈ ആൽബട്രോസ്. ഏകദേശം 12 അടിയോളം വിങ് സ്പാനുള്ള ആൽബട്രോസ് പക്ഷികളും ഉണ്ട്. എൻ്റെ അതേ ഹൈറ്റുള്ള 2 വ്യക്തികൾ തറയിൽ കിടന്നാലും അതിൻ്റെ വിങ് സ്പാൻ അത്ര വരില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം 10,000-കണക്കിന് കിലോമീറ്ററുകൾ ഈ പക്ഷിക്ക് എങ്ങും റെസ്റ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയി പറക്കാൻ കഴിയും എന്നത് ഈ പക്ഷിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ഈ വിങ് സ്പാൻ, ഇത്രയും നീളമുള്ള ഈ ചിറകുകൾ ഉപയോഗിച്ച് അതിൻ്റെ എയറിൽ ചിറക് അടിക്കാതെ പറന്ന് നിൽക്കുവാൻ അല്ലെങ്കിൽ പറന്ന് സഞ്ചരിക്കുവാൻ ഈ പക്ഷിയെ ഇത്രയും നീളമുള്ള ചിറകുകൾ പ്രാപ്തരാക്കുന്നു. ഇനി ഈ പക്ഷിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഈ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പക്ഷിക്ക് ചില സമയങ്ങളിൽ ഉറങ്ങാൻ സാധിക്കുന്നു എന്നതാണ്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത അല്ലെങ്കിൽ മറ്റ് പക്ഷികൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് പറക്കുമ്പോൾ ഉറങ്ങാൻ സാധിക്കുക എന്നത്. ആൽബട്രോസിന് ഇത്രയും നീളമുള്ള വിങ്സ് ഉണ്ടായതുകൊണ്ട് അധികം എഫേർട്ട് എടുക്കാതെ ഈ പക്ഷിക്ക് അന്തരീക്ഷത്തിൽ പറന്ന് നിൽക്കാൻ സാധിക്കുന്നു. ഈ സമയം ചിലപ്പോഴൊക്കെ ഇവർ മയങ്ങാറുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ പറക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ ഉറങ്ങുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ചിറകുകൾ അടിക്കാതെ മാക്സിമം റിലാക്സായി ഇവർ അന്തരീക്ഷത്തിൽ പറക്കുമ്പോൾ ഇവർക്ക് ഉറങ്ങാൻ സാധിക്കാറുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ ഉറങ്ങുമ്പോൾ തന്നെ ഇവർക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡയറക്ഷൻ കീപ്പ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ട് എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല വലിപ്പമുള്ള ഒരു ജാതി കടൽ പക്ഷികളാണ് ആൽബട്രോസ് എന്ന പക്ഷികൾ. ഈ പക്ഷികൾ അനേകം വർഷങ്ങളോളം ഒരേ ഇണകളായിട്ട് ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. അല്ലെങ്കിൽ ഇത് മുട്ടയിടുന്നതും ബ്രീഡ് ചെയ്യുന്നതുമൊക്കെ ഒരു വലിയ കോളനിയിലായിരിക്കും. കോളനി മീൻസ് ഇതേ പക്ഷികളുടെ തന്നെ ഒരു വലിയ കൂട്ടമുണ്ടായിരിക്കും. വലിയൊരു കൂട്ടത്തോടെ ആയിരിക്കും ഈ പക്ഷികൾ കൂട് കൂട്ടുന്നതും മുട്ടയിടുകയൊക്കെ ചെയ്യാറ്. 60 വയസ്സ് വരെ ഈ പക്ഷികൾ ജീവിച്ചിരിക്കുമെന്നാണ് പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. കൂടുതലും കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ പക്ഷിക്ക് ഗ്ലോബൽ വാർമിംഗ് വളരെ പ്രതികൂലമായി ഇവയെ ബാധിക്കാറുണ്ട് എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും പോലെ ഈ പക്ഷികൾക്ക് നമ്മുടെ ഭൂമിയിൽ അതിൻ്റെ പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വംശത്തിൻ്റെ ഭീഷണിയായിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതാണ് ടൈഗർ ഷാർക്ക് എന്ന ആ ഒരു മത്സ്യം. ഈ പക്ഷിയുടെ ഏറ്റവും വലിയ പ്രിഡേറ്റേഴ്സിലൊന്നാണ് ഈ ടൈഗർ ഷാർക്ക് എന്ന ജീവി. അതുപോലെ തന്നെ മനുഷ്യരിടുന്ന ചൂണ്ടകൾ, പ്രതിവർഷം ഏകദേശം 1 ലക്ഷത്തോളം ആൽബട്രോസ് പക്ഷികൾ മനുഷ്യരിടുന്ന വലിയ ചൂണ്ടയിലൊക്കെ കുരുങ്ങി അവരുടെ ജീവൻ വെടിയാറുണ്ട് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ പക്ഷിയെ ആസ്പദമാക്കി പല പഠനങ്ങളും നമ്മുടെ മോഡേൺ സയൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ അനായാസം അല്ലെങ്കിൽ ഒട്ടും തന്നെ എഫേർട്ട് എടുക്കാതെ ഇത്രയും ദൂരം വായുവിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഒരു കഴിവിനെ ആസ്പദമാക്കി എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വളരെ സങ്കീർണമായ പഠനങ്ങളും ഗവേഷണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്കും അപ്പുറം ആ ഒരു പറക്കുന്ന രീതി നമ്മുടെ മോഡേൺ ടെക്നോളജിയിൽ വലിയൊരു മാറ്റം വരുത്തിയേക്കാം. അപ്പോൾ ഇനി ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന മിടുക്കന്മാരും മിടുക്കികളുമെല്ലാം ചിന്തിക്കണം, നിങ്ങളല്ല ഏറ്റവും വലിയ മിടുക്കർ. നിങ്ങളെക്കാട്ടിലും വലിയ ഒരു മിടുക്കൻ ആകാശത്തിൽ പറന്നുകൊണ്ട് ഉറങ്ങാറുണ്ട്.